നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരെക്കാൾ ശാന്തമായി തോന്നുന്നതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ സ്വന്തം ഫോൺ കത്തുന്നത് കഷ്ടിച്ചു മാത്രമായിരിക്കുമ്പോൾ മറ്റുള്ളവർക്കു ചുറ്റും ജനക്കൂട്ടവും ക്ഷണക്കത്തുകളും നിരന്തരമായ സംസാരവും തോന്നുന്നതെന്തുകൊണ്ടാണ്? ഒറ്റനോട്ടത്തിൽ എന്തോ നഷ്ടപ്പെട്ടതായി തോന്നുന്നു. ഏകാന്തത കടന്നുവരുന്നു. മറ്റുള്ളവർ വിജയിക്കുന്നിടത്ത് നിങ്ങൾ പരാജയപ്പെടുകയാണെന്ന് മന്ത്രിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളുടെ അഭാവം ഒരു ശാപമല്ല, മറിച്ചൊരു സൂചനയാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ എന്തു ചെയ്യും? ബലഹീനതയുടെ തെളിവല്ല, മറിച്ച് ശക്തിയുടെ അടയാളമാണോ? കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആരുമില്ലാതിരിക്കുക എന്നത് നിങ്ങൾ തകർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ഇന്ന് നമ്മൾ കണ്ടെത്തും. നിങ്ങൾ അപൂർവമാണെന്നതിന്റെ തെളിവായിരിക്കാം അത്. അവസാനം വരെ തുടരുക, കാരണം അവസാനത്തെ ചിന്ത നിങ്ങളെ ഏകാന്തതയെ എന്നേക്കുമായി എങ്ങനെ കാണുന്നു എന്നതിനെ മാറ്റും. ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരിക്കൽ തന്റെ സർഗാത്മകതയ്ക്ക് ഏകാന്തത അനിവാര്യമാണെന്ന് സമ്മതിച്ചു. ചിന്തിക്കാൻ നിശബ്ദതയും സമയവും സ്ഥലവും അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. വളരെയധികം ശബ്ദത്താൽ ചുറ്റപ്പെട്ടതിനാൽ തന്റെ പ്രതിഭയ്ക്ക് ജന്മം നൽകിയ വ്യക്തത അദ്ദേഹത്തിന് നഷ്ടപ്പെടും. അദ്ദേഹത്തിന് വളരെ മുൻപ് തന്നെ സ്റ്റോയിക്സ് അതേ പാഠം പഠിപ്പിച്ചു. സ്വയം സമാധാനമുള്ളൊരു വ്യക്തി ഒരിക്കലും യഥാർത്ഥത്തിൽ ഒറ്റയ്ക്കല്ലെന്ന് മാർക്കസ് ഔറേലിയസ് എഴുതി. തെറ്റായ കൂട്ടുകെട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നതിലും വേഗത്തിൽ സ്വഭാവത്തെ ദൂഷിപ്പിക്കുന്നതിനാൽ അവരുടെ സർക്കിളിനെ ശ്രദ്ധാപൂർവം സംരക്ഷിക്കാൻ എപ്പിക്റ്റീറ്റസ് തന്റെ വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. ശൂന്യതയിലേക്ക് പായുന്ന ഒരു ജനക്കൂട്ടത്തെ പിന്തുടരുന്നതിനേക്കാൾ ഒറ്റയ്ക്ക് നടക്കുന്നതാണ് നല്ലതെന്ന് മഹാനായ റോമൻ തത്വചിന്തകയായ ആൻ സെനേക്ക പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ചരിത്രത്തിലെ ഏറ്റവും തിളക്കമുള്ള മനസ്സുകൾ ഏകാന്തതയിൽ ശക്തി കണ്ടെത്തിയെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ശാന്തമായ പാത ഒരു പോരായ്മയല്ല, മറിച്ച് നിങ്ങളുടെ ആഴത്തിന്റെ പ്രതിഫലനമായിരിക്കാം. സുഹൃത്തുക്കളുടെ അഭാവം യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നത് നിങ്ങൾ യഥാർത്ഥ ശക്തിയുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുന്നതിന്റെ ഏറ്റവും വ്യക്തമായ അടയാളങ്ങളിലൊന്നാകുന്നത് എന്തുകൊണ്ടെന്ന് വെളിപ്പെടുത്തുന്ന 4 ശക്തമായ ഉൾക്കാഴ്ചകൾ നമുക്ക് പര്യവേക്ഷിക്കാം. ഉൾക്കാഴ്ച 1. ആഴം കുറഞ്ഞ വെള്ളത്തിൽ ആഴം വളരുകയില്ല. ഗോസിപ്പിനോ ശ്രദ്ധ തിരിക്കാനോ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകളുമായി നിങ്ങൾ അവസാനമായി അർത്ഥവത്തായ എന്തെങ്കിലും സംസാരിക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുക. സംഭാഷണം ഒരുപക്ഷേ നിലം പതിച്ചു. നിങ്ങളുടെ ചിന്തകൾ അവരുടെ ഉപരിതലത്തിന് വളരെ ഭാരമുള്ളതായിരുന്നു. ആ പൊരുത്തക്കേട് ഒറ്റപ്പെട്ടതായി തോന്നാം, പക്ഷേ അത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഉപരിതലത്തിൽ ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നതിന്റെ സൂചനയാണ്. മാർക്കസ് ഔറേലിയസ് എഴുതി, ആത്മാവ് അതിന്റെ ചിന്തകളുടെ നിറത്താൽ ചായം പൂശുന്നു. നിങ്ങളുടെ ചിന്തകൾ സമ്പന്നവും പ്രതിഫലിപ്പിക്കുന്നതും ഉദ്ദേശ്യപൂർണവുമാണെങ്കിൽ ആഴമില്ലാത്ത വൃത്തങ്ങൾ ഒരിക്കലും വീട് പോലെ തോന്നില്ല. പലരും വേഗത്തിൽ ബന്ധപ്പെടുന്നു, കാരണം അവരുടെ ബന്ധങ്ങൾക്ക് അവരിൽ നിന്ന് ഒന്നും ആവശ്യമില്ല: ചിരി, വിനോദം, സൗകര്യം എന്നിവ മാത്രം. എന്നാൽ സത്യസന്ധത, ആഴം, വിശ്വസ്തത എന്നിവ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളതിൽ എളുപ്പത്തിൽ പൊരുത്തപ്പെടില്ല. അതൊരു ബലഹീനതയുമല്ല, നിങ്ങൾ വ്യത്യസ്തമായ ഒരാവൃത്തി വഹിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. അപൂർവമായിരിക്കുക എന്നതിനർത്ഥം നിങ്ങൾക്കെല്ലായിടത്തും ഒരേ സമയം എത്തിച്ചേരാൻ കഴിയില്ല എന്നാണ്. ഉൾക്കാഴ്ച 2. ഏകാന്തത ആത്മനിയന്ത്രണത്തിന്റെ പരിശീലന കേന്ദ്രമാണ്. എന്തുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ തനിച്ചായിരിക്കാൻ ഭയപ്പെടുന്നത്? കാരണം നിശബ്ദത അവരെ സ്വന്തം മനസ്സിനെ നേരിടാൻ പ്രേരിപ്പിക്കുന്നു. അവർ നിരന്തരമായ കൂട്ടുകെട്ടിലേക്ക് ഓടുന്നത് മറ്റുള്ളവരോടുള്ള സ്നേഹം കൊണ്ടല്ല, മറിച്ച് സ്വയം ഭയം കൊണ്ടാണ്. നിങ്ങൾക്ക് നിശബ്ദത സഹിക്കാൻ കഴിയുമെങ്കിൽ, നിങ്ങൾ തകർന്നുപോകുന്നതായി തോന്നാതെ ഒറ്റയ്ക്കിരിക്കാൻ കഴിയുമെങ്കിൽ, അതാണ് ശക്തി. സ്വന്തം കൂട്ടുകെട്ടിന്റെ മൂല്യം നിങ്ങൾക്കറിയാമെന്നതിന്റെ തെളിവാണിത്. അടുത്ത തവണ നിങ്ങൾക്ക് ശൂന്യതയുടെ വേദന അനുഭവപ്പെടുമ്പോൾ ഐൻസ്റ്റീന്റെ ഏകാന്തത ഓർമ്മിക്കുക. മാർക്കസ് ഔറേലിയസിന്റെ ശാന്തത ഓർമ്മിക്കുക. ജനക്കൂട്ടം പലപ്പോഴും വഴിതെറ്റിക്കപ്പെടുമെന്ന സെനക്കയുടെ ഓർമ്മപ്പെടുത്തൽ ഓർമ്മിക്കുക. സ്വയം നിയന്ത്രിക്കാനുള്ള എപ്പിക്റ്റീറ്റസിന്റെ ആഹ്വാനം ഓർമ്മിക്കുക. എല്ലാറ്റിനുമുപരി മഹാത്മാക്കളെ ഒറ്റനോട്ടത്തിൽ വളരെ അപൂർവമായി മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ എന്ന കാര്യം ഓർമ്മിക്കുക. ആഴം ആഴത്തെ ആകർഷിക്കുന്നു, പക്ഷെ പതുക്കെ. അതിനിടയിൽ സ്വയം കെട്ടിപ്പടുക്കാൻ ഈ സീസൺ ഉപയോഗിക്കുക. നിങ്ങളുടെ ശരീരത്തെ ശക്തിപ്പെടുത്തുക, നിങ്ങളുടെ മനസ്സിനെ വികസിപ്പിക്കുക, നിങ്ങളുടെ ആത്മാവിനെ പരിപോഷിപ്പിക്കുക. ഏകാന്തത നിങ്ങളുടെ ശക്തിയായി മാറട്ടെ. പ്രതിരോധശേഷിയും വ്യക്തതയും രൂപപ്പെടുന്നു. കാരണം ശരിയായ ആളുകൾ വരുമ്പോൾ അവർ നിങ്ങളുടെ ഏകാന്തതയിൽ നിന്ന് രക്ഷകരാകില്ല, അവർ നിങ്ങളുടെ പൂർണ്ണതയുടെ കൂട്ടാളികളായിരിക്കും. നിങ്ങളുടെ മൂല്യങ്ങൾ ചുരുക്കാനോ വിട്ടുവീഴ്ചയാനോ അവരാവശ്യപ്പെടില്ല. അവർ സ്വന്തം സ്വഭാവമുള്ളതിനാൽ അവർ നിങ്ങളുടെ ആഴം തിരിച്ചറിയും. അപൂർവവും യഥാർത്ഥവും നിലനിൽക്കുന്നതുമായ ആ ബന്ധങ്ങൾ നിങ്ങളുടെ കോണ്ടാക്ട് ലിസ്റ്റിലെ 1000 ശൂന്യമായ പേരുകളേക്കാൾ വിലമതിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളുടെ അഭാവം നിങ്ങൾ യോഗ്യരല്ല എന്നതിന്റെ തെളിവല്ല, നിങ്ങൾ ഒത്തുചേരാൻ വിസമ്മതിക്കുന്നു എന്നതിന്റെ തെളിവാണിത്. ആഴം കുറഞ്ഞ ജനക്കൂട്ടത്തിൽ മറഞ്ഞിരിക്കാൻ നിങ്ങളുടെ വെളിച്ചം വളരെ ശക്തമാണ്. കൂട്ടത്തിലുള്ള കുഴപ്പങ്ങളേക്കാൾ നല്ലത് ഏകാന്തതയിലെ സമാധാനമാണെന്ന് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ ഹൃദയം ആർക്കുവേണ്ടിയല്ല,
മറിച്ച് ശരിയായവർക്കു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതിനാൽ നിങ്ങളുടെ പാതയിൽ അന്തസ്സോടെ സഞ്ചരിക്കുക. നിങ്ങളെ പോഷിപ്പിക്കാത്തതിനെ പിന്തുടരരുത്. സംതൃപ്തിയോടെ ചുറ്റപ്പെട്ടിരിക്കുന്നതിനെ ആശയക്കുഴപ്പത്തിലാക്കരുത്. ഒരിക്കലും മറക്കരുത്, നുണകളിൽ കെട്ടിപ്പടുത്ത ആൾക്കൂട്ടത്തിലിരിക്കുന്നതിനേക്കാൾ സത്യത്തോടൊപ്പം ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത്. ഈ സന്ദേശം നിങ്ങളെ സ്വാധീനിച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആന്തരിക സമാധാനത്തിനായി കരുതുകയും എല്ലാ ദിവസവും പക്വതയിൽ വളരുകയും ചെയ്യുന്ന ശീലം നിങ്ങൾ വളർത്തിയെടുക്കും. രണ്ടാമതായി, ഈ ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള കൂടുതൽ ആളുകൾക്കത് കണ്ടെത്താൻ കഴിയുന്ന തരത്തിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. മൂന്നാമതായി, അഭിപ്രായങ്ങളിൽ എഴുതുക. അളവിനേക്കാൾ ഗുണനിലവാരത്തെ ഞാൻ വിലമതിക്കുന്നു. അത് നിങ്ങൾ അവസാനം വരെ തുടർന്നുവെന്നും ഈ ശക്തിയുടെ പാതയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ പ്രതിജ്ഞബദ്ധരാണെന്നും എന്നോട് പറയും.